ഹലോ ഡിയസ്, നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏതാണ് ആ ചോദ്യം? The comparison between conventional sources of energy and non-conventional sources of energy. Like conventional sources of energy, non-conventional sources of energy. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് എക്സാമിന് ചോദിക്കാം. 4 മാർക്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്, മറന്നുപോയത്. അപ്പൊ ആദ്യം നമ്മൾ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. കോള്, പെട്രോളിയം ആർ ദ റിക്വയർമെന്റ്സ് ദാറ്റ് സിൻസ് ദ ഏജസ്. അല്ലെ, അപ്പൊ കോളും പെട്രോളിയവുമാണ്, കൽക്കരിയും അതുപോലെ പെട്രോളിയവുമാണ് എന്ത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് നോൺ റിന്യൂവബിൾ ഇൻ നാച്ചർ. അല്ലെ, ഇതെന്താണ്? പുനഃസ്ഥാപിക്കാൻ സാധിക്കത്തില്ല. ഇനി പോലെ പറയുന്നു, ബേണിംഗ് ഓഫ് ദീസ് മിനറൽസ് ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എൻവയറമെന്റ് പൊല്യൂഷൻ. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ എന്തുണ്ടാകും? പരിസര മലിനീകരണം ഉണ്ടാകും, വായു മലിനീകരണം ഉണ്ടായിരിക്കും. അപ്പോ ഇത്രയും സാധനം പറയുന്നത്. അപ്പൊ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, ഓക്കെ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതൊക്കെയാണ്? കോൾ ആൻഡ് പെട്രോളിയം, കൽക്കരിയും പെട്രോളിയവുമാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ലിമിറ്റഡ് ആണ്. ഒരു പോയിന്റ് കൂടി അവിടെ വേണമെങ്കിൽ എഴുതി വെക്കട്ടാം. ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഇതെന്താണ്? കുറച്ചേ ഉള്ളൂ, അല്ലെ, കുറച്ച് മാത്രമേ ഭൂമിയിൽ ഉള്ളൂ, കഴിഞ്ഞു പോകും, അല്ലെ, കുറച്ച് മാത്രം ലിമിറ്റഡ് ആണ്. അതുപോലെ നോൺ റിന്യൂവബിൾ ഇൻ നാച്ചർ ആണ്, പുനഃസ്ഥാപിക്കാൻ എന്ത് ചെയ്യാം? ഇല്ലാത്തതാണ്, അത് സാധിക്കപ്പെടാത്തതാണ്. അതുപോലെ പറയുന്നു, ഈ ധാതുക്കൾ കത്തിക്കുമ്പോൾ എന്തുണ്ടാവും? വലിയ രീതിയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകും, വലിയ രീതിയിൽ എൻവയറമെന്റ് പൊല്യൂഷൻ ഉണ്ടാകും. ഇതാണ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. ഇനി എന്താ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ, പുതിയ കാലത്ത് വന്നിട്ടുള്ള ഊർജ്ജ സ്രോതസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. പുതിയ കാലത്ത് വന്ന ഊർജ്ജ സ്രോതസ്സാണ് സോളാർ എനർജി, സൗരോർജം, അതുപോലെ വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജം, അതുപോലെ പറയുന്നു വേവ് എനർജി, അതുപോലെ തിരമാലയിൽ നിന്നുള്ള ഊർജം, അതുപോലെ പറയുന്നു ബയോഗ്യാസ്, ടൈഡൽ എനർജി, ബയോഗ്യാസും വേലിയിൽ നിന്നുള്ള ഊർജവും ഒക്കെ ഈ പുതിയ കാലത്ത് വന്നതാണ് എന്റെ ആശാന്മാരെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പുതിയ കാലത്ത് വന്ന ഈ ഊർജ സ്രോതസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് വെച്ചാൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ചീപ്പ്, വളരെ ചെലവ് കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് റിന്യൂവബിൾ, ഇത് പുനഃസ്ഥാപിക്കാൻ സാധിക്കും ചെയ്യും, അല്ലെ. ആൻഡ് എൻവയറമെന്റ് ഫ്രണ്ട്ലി, ഇത് പരിസ്ഥിതി സൗഹാർദ്ദവുമാണ്. അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് വെച്ചാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷതകള്. എല്ലാവരും എളുപ്പമായിട്ട് ഇത് പഠിക്കണം. ഓക്കെ, ഇത് തള്ളിക്കളയരുതേ, ഇത് തള്ളിക്കളയരുതേ, ഇത് തള്ളിക്കളയരുതേ.